കുരുക്കഴിയാതെ കിടക്കുകയാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും അടക്കം ഇന്നും വലിയ ഗതാഗത കുരുക്കാണ്. 4 ആഴ്ചക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടേയില്ല. നട്രാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി. നട്രാജ്, വേഗം തീർക്കും, ടോള് തുടരാൻ അനുമതി വേണമെന്നായിരുന്നു കമ്പനി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ടോള് തടഞ്ഞു വെച്ചിട്ടും കമ്പനിക്ക് ഇപ്പോഴും അത് തുടങ്ങാൻ കഴിയുന്നില്ല എന്നാണോ? ടോള് തടഞ്ഞു വെച്ചതോടെ ഒരു പ്രകോപനവുമായി കമ്പനി രംഗത്ത് വരികയാണോ എന്ന് സംശയിച്ചാലും തെറ്റില്ല. ഒരു അറ്റകുറ്റപ്പണിയും ഈ ഭാഗത്ത് എവിടെയും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും കുരുക്കുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ കുരുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു കുരുക്കല്ല എന്ന് പറയാമെങ്കിലും ഇന്നും കുരുക്ക് പല ഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം 18 മണിക്കൂറൊക്കെ നീളുന്ന കുരുക്കാണ് 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ പല ഭാഗങ്ങളിലുണ്ടായത്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ആമ്പല്ലൂർ, മുരിങ്ങൂർ, ചാലക്കുടി ഭാഗങ്ങളിലൊക്കെയാണ് വലിയ കുരുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. അത് 18 മണിക്കൂറോളം നീണ്ടു. ഒരു ദിവസം മിഞ്ഞാന്ന് രാത്രി തുടങ്ങി അങ്ങനെ നീരുന്ന ഗതാഗത കുരുക്കായിരുന്നു. ഇന്നലെ കുറച്ച് ആശ്വാസം ഉണ്ടായെങ്കിലും ഇന്ന് രാവിലെയും ചെറിയ രീതിയിൽ ഈ ഭാഗത്തൊക്കെ തന്നെ കുരുക്കുണ്ട്. കുരുക്ക് പല രീതിയിൽ തുടരുകയാണ്. അതായത് ഈ മാള ഭാഗത്തേക്കൊക്കെ തന്നെ വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടും സാധാരണ ഇടറോഡുകളിലൂടെയൊക്കെ തന്നെ വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടും കുരുക്ക് മാറാത്ത സ്ഥിതി പല ഭാഗത്തുമുണ്ട്. പ്രത്യേകിച്ച് മുരിങ്ങൂർ ഭാഗത്താണ് ഏറ്റവും അധികം കുരുക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയാം. റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. മഴ പെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ 4 ദിവസമായി നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ചാലക്കുടി, അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ തന്നെ നല്ല മഴയാണ്. ഈ ഭാഗത്ത് വരുന്ന റോഡുകളിലൊക്കെ തന്നെ നല്ല കുഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര അതീവ ദുഷ്കരമാണ്. ഒരു നൈറ്റ് മെയർ ആണ് ആ ഭാഗത്തിലൂടെ യാത്ര എന്ന് പറയാം. ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ട് തന്നെ എത്രയോ യാത്രക്കാർ കുറവാണ്. സ്കൂൾ കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഇന്നുണ്ടായില്ല എന്നൊക്കെ പറയാമെങ്കിലും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കായി ഇറങ്ങിയവരൊക്കെ തന്നെ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ പറഞ്ഞ ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ചാലക്കുടി നഗരത്തിലും ഗതാഗത കുരുക്ക് തുടരുന്നൊരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും തുടർച്ചയായി 4ാം ദിവസവും ഈ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് പൂർണ്ണമായും മുക്തമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ നടരാജൻ ചോദിക്കട്ടെ, ടോള് പിരിക്കണ്ട എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നന്നാക്കുന്നുമില്ല എന്ന മൂഡിലാണോ കമ്പനി? അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ടോള് പിരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം വലിയ നന്നാക്കലൊന്നും ഒരു ഭാഗത്ത് നടക്കുന്നില്ല. നിർമ്മാണ പ്രവർത്തനമില്ല. അതിന്റെ ഭാഗമായി പല ഭാഗത്തും കുഴിച്ചിട്ട കുഴികളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊന്നും നിർമ്മാണ പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല. കുഴി അടയ്ക്കാതെ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്യുക. ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന നിലപാടിലായിരിക്കാം ഒരുപക്ഷെ ടോൾ കമ്പനി. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അല്പസമയം മുമ്പ് നമ്മളോട് സ്പീക്കർ എൻ ഷംസീർ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും ഈ റോഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്റെ ആശങ്ക രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ തന്നെ വളരെ കാര്യമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നിട്ടും പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് എൻ ഷംസീർ അല്പസമയം മുമ്പ് പറയുകയുണ്ടായി. അതിൻ്റെ ഒരു സൗണ്ട് ബൈറ്റ് അല്പസമയത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. അല്പസമയം മുമ്പ് ഗതാഗത മന്ത്രി നമ്മളോട് സംസാരിച്ചിരുന്നു. KSRTC ബസ്സുകൾക്ക് വൻ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷങ്ങളുടെ നഷ്ടം ഡീസലിന് സംഭവിക്കുന്നു, സ്പെയർ പാർട്സുകൾ കേടുവരുന്നു, വാഹനങ്ങൾ കേടുവരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വളരെ മോശമായ സ്ഥിതിയാണ് വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന. ആളുകൾ യാത്ര ചെയ്ത് അടുക്കുന്നു, മുഷിയുന്നു എന്ന് ഗണേഷ് കുമാർ തന്നെ സൗണ്ട് ബൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. സർക്കാർ ഇക്കാര്യമൊക്കെ തന്നെ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരം കാണുന്നില്ല. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് സ്പീക്കർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു. പക്ഷേ സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. നിഷ.